മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ. ചൂട ശിവശങ്കര പാർവതി രമണ നിനಗೆ നമോ നമോ. ഞാൻ ഷഹീന ടീച്ചറെ, കോട്ടക്കല് കുഞ്ഞാലിമരക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അറബി അധ്യാപിക. ഇത് ഗൗരി കൃഷ്ണ, എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് സൗഹൃദ നഗർ, അതായത് അയിനിക്കാട്, നമ്മുടെ ചോൽപ്പറമ്പത്ത് ക്ഷേത്രത്തിന് തൊട്ട് കുറച്ചുകൂടെ ഇങ്ങോട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മുടെ നാട്ടിലൊരു കലാകാരനെ, ഒരു കലാകുടുംബത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രിയ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വരുന്നത്. ബാലകൃഷ്ണേട്ടൻ, അദ്ദേഹം ഇപ്പോൾ ഒരു ലോട്ടറി വിൽപ്പന നടത്തുന്ന ആളാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. ചിരിക ഓൺലൈൻ മീഡിയയുടെ ഒരു പുത്തൻ സംരംഭം നാട്ടിലെ താരം. അത് ഇന്ന് പ്രിയ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വരുന്നത് എനിക്കൊക്കെ പ്രിയപ്പെട്ട, എനിക്ക് തോന്നുന്നു ഞാനൊക്കെ കണ്ടത് പയ്യോളി ബസ് സ്റ്റാൻഡിന് സൈഡിലായിട്ട് ഒരു STD ബൂത്ത്. നമ്മുടെ പണ്ട് ₹1 എത്ര വർഷം ഉണ്ടായിരുന്നു പയ്യോളി? 92 വരെ STD ബൂത്തായിരുന്നു. ഏത് വർഷം മുതൽ? 92-ലാണ് STD ബൂത്ത് പാസ്സാകുന്നത്. പക്ഷെ അതിന്റെ മുമ്പിട്ട് ബസ് സ്റ്റാൻഡിന് സ്ഥലം ഒഴിവായി കൊടുത്തല്ലോ. അതുവരെ ആടെ ഒരു ചെരുപ്പ് കടയും സ്റ്റേഷനറി കടയിലായിട്ട് വേറൊരാളെ ഷോപ്പിൽ കൂലിക്ക് നിൽക്കും. അതിനുശേഷമാണ് 92-ൽ STD ബൂത്ത് പാസ്സാകുന്നത്. നമ്മളെ മേലടി എക്സ്ചേഞ്ചിലേക്ക് STD ബൂത്ത് വന്നു. അങ്ങനെ അതുകൂടി ഇങ്ങനെ വന്ന് അപ്പം 2086 വരെ ബൂത്തുണ്ടായിരുന്നു. ADC പഠിച്ചതാണ്, ജോലിയൊന്നും കിട്ടിയില്ല. ആർക്കും അനുഭവപ്പെടാത്ത സംഗതിയാണ്. 28ഓളം ഇന്റർവ്യൂ കഴിഞ്ഞു, പക്ഷെ അന്നത്തെ ഇതിൽ ജോലി കിട്ടിയില്ല. ആരോഗ്യവകുപ്പിലും പിന്നെ പഞ്ചായത്ത് വകുപ്പിലും എല്ലായിട്ട് ഒരുപാട് ഇന്റർവ്യൂവിന് ഉപയോഗിക്കും. ഇപ്പം ലോട്ടറി ടിക്കറ്റ് വിറ്റുകൊണ്ടുള്ളതിൽ ജീവിതം വളരെ ദുർലഭമാണ്. ഒരു മകളാണല്ലോ, ഒറ്റ മകൾ, ഏകളമകൾ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഫ്ലൂട്ടിലേക്ക് വന്നത്? ഫ്ലൂട്ടിലേക്ക് വന്നതെന്ന് വെച്ചാൽ വളരെ വലിയൊരു കഥയാണ്. അപ്പം ബാലകൃഷ്ണേട്ടന്റെ മിമിക്രിയും പാട്ടും ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്, അതിനുശേഷം പിന്നെ മകളുടെ പാട്ടിലേക്കൊക്കെ നമുക്ക് കിടക്കാം. ഞാനൊന്ന് മൈക്ക് വെച്ചിട്ട് ഞാനൊന്ന് ക്യാമറ അടുത്തേക്ക് പോകും. അപ്പം പാട്ടും മിമിക്രിയും ചിത്രരചനയും എല്ലാം എല്ലാ പരിപാടിയിലൂടെയും ഞാൻ ഇങ്ങനെ വന്ന് ഇപ്പം 2006 കല്യാണം കഴിച്ച് അതിന് ശേഷം ഒരു മകളുണ്ടായി. മകൾക്കിപ്പം 14-ാമത്തെ വയസ്സാണ്. അയിനിക്കാട് ബെസ്റ്റ് UP സ്കൂളിൽ പഠിച്ച് അവിടെ നിന്ന് ഇപ്പം കോട്ടക്കൽ KMHSലാണ്. അവിടെ നിന്ന് അവിടെ നിന്ന് അറബി എടുക്കുന്ന ഒരു ടീച്ചറുണ്ട്, നന്ദിയിലുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ ഭാര്യയാണ്. ആ ടീച്ചറെ പ്രയത്നം കൊണ്ട് അവൾ അറബി പദ്യം പഠിച്ച് ടീച്ചർ പഠിപ്പിച്ച്, ഇവൾ അറബിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അറബി പദ്യം പഠിപ്പിച്ച് ഞങ്ങളൊന്നും അറിയാതെ കണ്ടു ഇവൾക്ക് തിരുവനന്തപുരത്തേക്കുള്ള ചാൻസും കിട്ടി. അവിടെ നിന്ന് ഓള് A ഗ്രേഡോടുകൂടി പാസ്സായി വന്നു. ഇത് ജനങ്ങൾ ഓളെ അറിഞ്ഞു. എന്നെയോ ആരെയും പോയാൽ ഞാൻ സബ് ജില്ല വരെ പോവും. സബ് ജില്ല കഴിഞ്ഞാൽ പിന്നെ ജില്ല ചില സമയത്ത് കിട്ടും. അപ്പോൾ അത്ര പോലും എനിക്ക് സാധിക്കാത്ത കാര്യങ്ങൾ എൻ്റെ മകള് എടുത്ത്, അവളിപ്പം പാട്ട് പഠിപ്പിക്കില്ല, യാതൊരു കഴിവും എനിക്കില്ല. ഇപ്പം 64 വയസ്സായി. ലോട്ടറി ടിക്കറ്റ് വിറ്റാണ് ഉപജീവന മാർഗം കഴിക്കുന്നത്. പിന്നെ അതും മുച്ചക്ര വാഹനം, ഭിന്നശേഷിക്കാരെ വണ്ടിയിൽ പോയിട്ട് വയ്യോളി ടൗണിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിട്ടുള്ള കളി കളിച്ച് ഇപ്പം റൂട്ടും കൂടി പോയിക്കൂടാ. അതുകൊണ്ട് വളരെ ദുർലഭം ഇതായിട്ടുള്ളൊരു ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ വരുമാനം. എനിക്ക് എൻ്റെ മകളെ പാട്ട് പഠിപ്പിച്ചൊന്ന് കാണണം. എല്ലാവരും പറയുന്നുണ്ട്, ഒരു പാട്ട് എവിടെ നിന്നെങ്കിലും സ്റ്റേജിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പറയും അപ്പോൾ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണേ, പാട്ട് പഠിപ്പിക്കണം. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല. അപ്പം മിമിക്രി എന്ന് പറഞ്ഞത് അന്ന് ഒരുപാട് മിമിക്രി എന്ന് വെച്ചാൽ പ്രകൃതി ശബ്ദങ്ങളാണ്. സിനിമ കാണാനൊന്നും പോകാനാകില്ല, കാലം സുഖമില്ലാത്തതുകൊണ്ട്. അപ്പം പ്രകൃതി ശബ്ദങ്ങൾ പലതും ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത് ഒരുപാട് ആൾക്കാർ കയ്യൊടിയൊക്കെ വാങ്ങി. അതായത് ശ്രീകൃഷ്ണമഠം, അയനിക്കാട്, പിന്നെ എറിഞ്ഞിവളപ്പിൽ, ഇതൊക്കെ ക്ഷേത്രമാണേ. പിന്നെ ഭജനമഠം, പയ്യോളി, ഞാൻ പഠിച്ച സ്കൂള് പയ്യോളി ഹൈസ്കൂള്, അങ്ങനെ പല ഇരിങ്ങൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ട്. അവിടെയൊക്കെ മിമിക്രി അവതരിപ്പിച്ചിരുന്നു മുമ്പ്. കുറച്ച് കാലങ്ങളിൽ ഇപ്പോൾ അതിന് സൗണ്ടൊക്കെ വ്യത്യാസം വന്നപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് മിമിക്രി അങ്ങനെ ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ട് എന്നാലും എനിക്കറിയാം. അപ്പം കുറച്ച് പരിപാടി ഞാനിവിടെ കാണിച്ചത്. ആദ്യമായിട്ടൊരു തീവണ്ടി, അന്നത്തെ എൻജിൻ വണ്ടി, അതായത് വെള്ളം ഒഴിച്ച് ആവി എൻജിൻ പ്രവർത്തിച്ചു പോകുന്ന തീവണ്ടി എന്നാണ് പറയാത്. അത് പോകുന്നൊരൊച്ച ഇപ്പം കാണിച്ചു തരാം.
ചില പക്ഷികൾ, കുളക്കോഴി എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലുള്ളൊരു കുളക്കോഴി ഉണ്ടായിരുന്നു. ഈ സൗണ്ടുകളെല്ലാം എനിക്കിപ്പോൾ ഇടുക്കിയിലുള്ളൊരു ഇതുള്ളത്. അതായത് കുളക്കോഴി എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. മഴക്കാലമാകുമ്പോൾ കുളക്കോഴി ഉണ്ടാവും. ആ കുളക്കോഴി ഇവിടെ ശബ്ദം ഞാൻ ഇവിടെ വരുന്നു. അതുപോലെ പ്രസവിച്ച് വീണ ഒരു പട്ടിക്കുട്ടി തൻ്റെ തള്ളപ്പട്ടിയെ കാണാതെ കണ്ട് ഇങ്ങനെ വെപ്രാളത്തിൽ കരയുന്ന ഒരു സൗണ്ട്. അത് കേട്ട് ആ തള്ള പട്ടിയും ഓടി വരുന്നത് ഒരു ശബ്ദം. ഈ ഒച്ച കേട്ട് തൊട്ടടുത്തുള്ളൊരു ധനികന്റെ വീട്ടിലെ ആൾശേഷനായ ഒരു ശബ്ദം. പിന്നീട് ഒരുപാട് പക്ഷികൾ ഇത് രാവിലെ കേൾക്കുന്ന ഒരു ശബ്ദമാണ്. പശുവിനെ കറക്കുന്ന ഒരു ഒച്ച. അതായത് ഇങ്ങനെ കറന്ന് പശുവിന്റെ അകിടില് പാല് വറ്റിത്തീരുമ്പോൾ അന്ന് പിടിച്ച് കളിച്ചുകൊണ്ടുള്ള ഒരു ശബ്ദം. ആദ്യം പാല് കറങ്ങുന്നു, അങ്ങനെ പാത്രത്തിൽ നിറഞ്ഞു വരുമ്പോഴുണ്ടാകുന്ന ഒച്ച. അങ്ങനെ പാല് അവിടെ തീർന്നു കൊണ്ടിരിക്കുമ്പോൾ സൗണ്ട്. ഞാൻ പശുവിന്റെ ചവിട്ടും കുത്തിയെല്ലാം കൊണ്ടപ്പോൾ അതങ്ങ് പോയി. ക്ലാസിക്കലായിട്ട് പഠിക്കാത്ത ഞാൻ ഇന്ന് ഒരുപാട് എൻ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എനിക്കറിയുന്ന ഭാഷയിൽ ഞാൻ പാട്ട് പാടുന്നുണ്ട്. ഈ പാട്ടിന് എനിക്ക് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ടായി. ദൈവത്തിനോടായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പാട്ട്.
ഇതൊക്കെ ഇനി നമുക്ക് ഇനി അവസരം വരുമ്പോൾ ഏതെങ്കിലും സ്റ്റേജിൽ വെച്ച് നമുക്ക് അവതരിപ്പിക്കാം. അതൊക്കെ നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞാൻ വരും. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലേ, മയങ്ങൂ നീ എൻ മടിമേലേ. അന്തിലേ പകി അമ്പരം പകി ഞാൻ മേഘമായി, അന്തിലേ പകി അമ്പരം പകി ഞാൻ മേഘമായി, നിറസന്ധ്യയായി ഞാനാരോമലേ, വിടർന്നിന്നിൽ നീ ഒരു പൊൻതാരമായി. ഓർമ്മ കനവ് കണ്ടുണരാനായുഷസണയുമ്പോൾ, മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലേ, മയങ്ങൂ നീ എൻ മടിമേലേ. ആരിരോ ആരിരാരോ, ആരിരോ ആരിരാരോ. ഇനി ഞാൻ പാടാൻ പോകുന്നത് ഇന്ദുപുഷ്പം എന്ന പാട്ടാണ്. ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി, ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി, കഞ്ചപാണ ദൂതിലായി നിന്നരികിലെത്തി, ചഞ്ചലേ നിൻ വിപഞ്ചിക തൊട്ടുണർത്തി, ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനಗೆ നമോ നമോ. ചന്ദ്രചൂഡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಸುಂದರಧರ ಪಿನಾಕಧರ ಹರ ಸುಂದರಧರ ಪಿನಾಕಧರ ಹರ ಗಂಗಾಧರ ಗಜಾಚರ್ಮಾಂಧರ ಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ.
सद्यो जातमवदनं गङ्गा चन्द्रसमागमतीर्थं प्रणवं नादमायुणरुं तुडियो വേദകലാമൃതപുണ്യം പ്രകൃതിയും നിന്നിൽ വികൃതിയും നിന്നിൽ ശരങ്ങളിലായി ലയങ്ങളിലായി ശക്തിസ്വരൂപം ഓം ശിവോഹം ശ്രീ ശിവോഹം ഓം ശിവോഹം രുദ്രം ശിഖരം कोरळलिभासी मरुद्राक्षभु धरिसिद परम वैष्णवनु नीने गरुड गमन नमो पुरंदर विठलन प्राण प्रियनु नीने चंद्रचूड शिव शंकर पार्वती रमणा निनगे नमो नमो तनतानं ततानं ततानं तानं तनुं तानं तननतानं ततानं ततानं तानानन्तं तानं तानं ततानं ततानं तानाननानं ताननतानं ततानं ततानं तानानन्तं निनिसा सासनि सरे सरे ससा सासनि सदानि ममा गमरे शरीरि करे समामा पधाधानि शरीर गाधा सरगाध निसगाध मपगाध निशरीर गधनि पम पगमरे धनि निसा शरीरि गगरे गधनि सा रिरि गरि सममा पधाधनि सा रिरि गरि सा नी मम माग मर करे सास सरि तिरि गक्क गरे सा मम मम म पप पप धद धद दनि प धद धद दनि नि 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 गक्क गक्क करे गक्क गदनि सस कर पदनि मम पदनि सस रे रे पदनि मम पदनि सरि गरे सत्यवं ममदवं येतने പൂർണ്ണവും ശൂന്യവും ഏതനെ കൃഷ്ണനും രുദ്രനും ഏതനെ. ഇത് നമ്മുടെ ബാലകൃഷ്ണന്റെ മകൾ ഗൗരി കൃഷ്ണ. നമ്മൾ രണ്ടു മൂന്ന് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞല്ലോ. എവിടെയായിരുന്നു പഠനം? ആദ്യം എൽ കെ ജി 1ാം ക്ലാസ് ഉണ്ടല്ലോ. എവിടെയായിരുന്നു ആദ്യം പഠിച്ചത്? 1 മുതൽ 7ാം വരെ. എൽ കെ ജി മുതൽ 7ാം ക്ലാസ്. ഇപ്പൊ എവിടെ പഠിക്കുന്നത്? നയൻത്തിൽ. അപ്പം എന്തൊക്കെ അംഗീകാരങ്ങൾ ഇപ്പം മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ പഠിക്കുന്ന കാലത്ത്? എന്തൊക്കെ അംഗീകാരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്? എന്റെ 1ാം ക്ലാസ് 1 മുതൽ ഒരു 3 വരെയായിരുന്നു. അപ്പൊ കൊറോണന്റെ ഇതില് 4, 5 ഒന്നും അങ്ങനെ പരിപാടിക്കൊന്നും പങ്കെടുത്തിട്ടില്ല. 1 മുതൽ 3 വരെ ഉള്ളതില് ഈ ലളിതഗാനം, കവിത അങ്ങനത്തെ ഒക്കെ അതിനൊക്കെ ഫസ്റ്റ് കിട്ടാറുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ അറബി ടീച്ചർ ആവാനാണ് ആഗ്രഹം. അപ്പൊ ഒരു അറബി പദ്യമൊക്കെ ചൊല്ലിണ്ടായിരുന്നു. ഒരു അറബി പദ്യത്തിൽ 2 വരി നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്. القدس وكنحن إلهي في غسة نحن وقلب جنين الواحد منا يزيرها لن تدبن فينا بركة تين ما هان الحق وليك ولا خفا عودتنا عيمان ويقين لن نسكت لن نستسلم لا 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 نفتيك لنهيان فلسطين فلسطين بلادي نحملها جرءا أو أملا لا 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 وحنبكى فيها اليوم الدين فلسطين بلادي. ഞാൻ ഷഹീന ടീച്ചറെ, കോട്ടക്കല് കുഞ്ഞാലിമരക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അറബി അധ്യാപിക.
ഇത് ഗൗരി കൃഷ്ണ, എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങള് കഴിഞ്ഞ വർഷം അറബി കലോത്സവത്തിൽ, സംസ്ഥാന കലോത്സവത്തിൽ അറബി ഗ്രൂപ്പ് സോങ് മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഗൗരി കൃഷ്ണ. അറബി ലാംഗ്വേജ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യില്ലെങ്കിലും ഭാഷ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയത്. പിന്നെ തുടർന്നും അറബി പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടിയാണ്. അപ്പൊ ഭാവിയിൽ ഒരു ജോലിയിലേക്കൊക്കെ അറബി ഭാഷയോടുള്ള താല്പര്യം ഗൗരി പ്രകടമാക്കിയിട്ടുണ്ട്. വരും വർഷങ്ങളിലും നല്ല മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാനും അതുപോലെ നല്ല വിജയം കൈവരിക്കാനും കഴിയട്ടെ. അതുപോലെ ഗൗരിയുടെ സംഗീത ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ونراك بخير حين تنادينا يا مال بيوت ومساكين ويدك وطنا روم ماسينا أحرارا نشدو متحدين لن نسكت لن نستسلم لا 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 نبديك لنحيا يا فلسطين فلسطين بلادي نحملها جرحا أو أملا لا 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 واحنا بك فيها اليوم الدين فلسطين بلادي. കണ്ടില്ല മോളെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കി കാണില്ല. അപ്പം അത്യാവശ്യം പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ സംഘടനകൾക്കും ട്രൂപ്പുകൾക്കും വിളിക്കാം. അറബി പാട്ടായാലും തമിഴായാലും ഏത് അടിപൊളി പാട്ടും പാടും, എല്ലാം പാടും. ഇപ്പൊ എവിടെയെങ്കിലും പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ സ്വന്തം പഠിച്ചു തന്നെയാണ്? പാട്ട് സ്വന്തം കേട്ട് പഠിച്ചാണ്. പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ്. തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഒരു കുടുംബത്തെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. മോക്ക് എന്താണ് ആഗ്രഹം? എനിക്ക് ഒന്നെങ്കിൽ ഈ TV ഷോയിൽ കൂടെ ഒന്ന് അറിയപ്പെടണം, അല്ലെങ്കിൽ ഒരു നാവി ഓഫീസറോ അല്ലെങ്കിൽ അറബി ടീച്ചറോ. അറബിക്കിനോടാണ്. അപ്പൊ സെക്കൻഡ് ലാംഗ്വേജ് അറബിക്കാണ്. ഗ്രേറ്റ്. മോളുടെ ആഗ്രഹങ്ങൾ സഫലമാവട്ടെ. എല്ലാവരുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും. മറ്റൊരു ഇതേപോലെ നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു കലാകാരിയോ കലാകാരനോ ഏതെങ്കിലും രീതിയിൽ നാലാൾ അറിയപ്പെടേണ്ട വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ചുരുങ്ങിയ ഓൺലൈൻ മീഡിയ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.